ദേശീയപാതയിൽ കാസർഗോഡ് കുമ്പളയ്ക്കും ഉപ്പളയ്ക്കുമിടയിൽ യാത്രക്കാരുടെ നടുപിടിക്കുന്ന പാതാളക്കുഴികൾ. മാസങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ഈ കൊടിയ ദുരിതത്തിനെതിരെ കണ്ണടയ്ക്കുകയാണ് സർക്കാരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും. നിരന്തരമായി ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയില്ല. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ കുമ്പളയ്ക്കും ഉപ്പളയ്ക്കുമിടയിൽ റോഡിന്റെ അവസ്ഥ പരമദയനീയമാണ്. നിറയെ പാതാളക്കുഴികൾ, പാടെ തകർന്ന ഉപരിതലം. ഡ്രൈവർമാർ എത്ര ശ്രദ്ധിച്ചാലും അപകടം ഒഴിവാക്കാനാകാത്ത വിധം പാതയുടെ കുഴി തോണ്ടിയിരിക്കുന്നു. മുമ്പ് അറ്റകുറ്റപ്പണി നടത്തി പാതയിൽ വീണ്ടും അഗാധഗർത്തങ്ങൾ സൃഷ്ടിച്ചവർക്ക് തന്നെ ഇത്തവണയും ടാറിംഗ് കരാർ നൽകിയതായി നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ 8 മാസക്കാലമായി ഈ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇവിടെ ഇത് നന്നാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തി ഈ റോഡ് തകർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ടെൻഡർ വർക്ക് നടന്നു എന്നാണ് പറയുന്നത്. ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഇതിന്റെ പണി നടത്തിയവർ തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ MLAയുടെ മകന്റെ നേതൃത്വത്തിലുള്ള കോൺട്രാക്ടർമാരാണ് ഇതിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർ തന്നെയാണ് നടത്തിയത്. ആ നടത്തിയ സമയത്ത് അവരതിനകത്ത് നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. മഞ്ചേശ്വരം താലൂക്ക് സഭയിൽ CPIM കുമ്പള ഏരിയ സെക്രട്ടറി രഘുദേവൻ മാസ്റ്റർ ഉയർത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ചില ഭാഗങ്ങളിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കുഴിതട്ടി നികത്തിയെങ്കിലും റോഡിന്റെ അവസ്ഥ പഴയപടി തന്നെ തുടരുന്നു. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അധികൃതർ അവഗണിക്കുകയാണ്. ജനുവരിയിൽ ആരംഭിക്കുന്ന പുനർനിർമ്മാണ പ്രവൃത്തിക്ക് അധികൃതർ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ മഹാദുരിതം അതുവരെ യാത്രക്കാർ അനുഭവിക്കേണ്ടി വരും. ഇതുപോലൊരു റോഡിനെ ദേശീയപാതയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ? മനുഷ്യന്റെ നടുവൊടിക്കുന്ന ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് എന്ന് മോചനമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.